നമസ്കാരം. അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പഠിക്കുന്നതിന് മുൻപ് വളരെ വ്യക്തമായി ഒരു കാര്യത്തിനെ പറ്റി മനസ്സിലാക്കണം. അത് ഡെൽ ഓപ്പറേറ്ററാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ കണ്ടതുപോലെ തന്നെ ഈ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത് 4 ഓപ്പറേറ്റർ ഇക്വേഷൻസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന കാര്യമാണ് ഡെൽ ഓപ്പറേറ്റർ. ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ഓപ്പറേറ്ററാണ്. നമ്മൾ അതിനെ ഡെൽറ്റ എന്ന് പറയുന്നതിനെ തിരിച്ചിട്ട രീതിയിലാണ് നമ്മൾ ഡെൽ ഓപ്പറേറ്റർ എഴുതുന്നത്. അപ്പോൾ അത് ഒരു സ്കേലാർ ഫംഗ്ഷന്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യാം. ഒരു സ്കേലാർ ഫംഗ്ഷന്റെ പുറത്ത് ഡെൽ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതൊരു വെക്ടറായിട്ട് മാറും. ആ വെക്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രേഡിയന്റ്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാം ആദ്യം. അതുപോലെ തന്നെ ഈ വെക്റ്റർ ഓപ്പറേറ്റർ വെക്ടേഴ്സിലും ആക്ട് ചെയ്യും. ഇപ്പോൾ വെക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 2 തരത്തിലുള്ള പ്രോഡക്റ്റുകളുണ്ട്, ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും. ഡോട്ട് പ്രോഡക്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സ്കേലാറാണ്. അതുപോലെ തന്നെ ക്രോസ് പ്രോഡക്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. ഈ ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു വെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് പോലെ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡൈവേർജൻസ്. അത് ഒരു ക്രോസ് പ്രോഡക്റ്റ് പോലെയും ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കേൾ. ഇത് 3 വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്കൊന്ന് കാണാം. ആദ്യം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് എന്താണ് ഗ്രേഡിയന്റ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അത് നോക്കാം. ഈ ഗ്രേഡിയന്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു നല്ല വഴിയെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അടുക്കള ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അടുക്കള എന്ന് പറയുന്നത് ആ ഒരു റീജിയണൽ സ്പേസ് ആണ്. ഇപ്പൊ ക്രിക്കറ്റിൽ നമ്മൾ സാധാരണഗതിയിൽ ക്രിക്കറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ആ ഫീൽഡിനകത്താണ് 11 പേര് നിന്ന് കളിക്കുന്നത്. അവിടെയുള്ള എല്ലാ റൂൾസും, ക്രിക്കറ്റിന്റെ എല്ലാ റൂൾസും ആ ഒരു ഗ്രൗണ്ടിലാണ് ആപ്ലിക്കബിൾ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ക്രിക്കറ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ അടുക്കള എടുത്തു കഴിഞ്ഞാൽ അടുക്കളയ്ക്കകത്ത് certain റൂൾസ് ഞാൻ പറയുകയാണ്. അതൊരു ഫീൽഡാണ്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചറാണ് ഞാൻ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്കേലാർ ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഫീൽഡ് എന്ന് പറയുന്നത്, അടുക്കള എന്ന് പറയുന്നത് ഒരു സ്കേലാർ ഫീൽഡായി. അവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന സ്കേലാർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ ആ ടെമ്പറേച്ചർ നമ്മൾ ഇനിഷ്യലി നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് അടുപ്പത്ത് വെറുതെ അങ്ങ് തീ കത്തിച്ചു. ഒന്നും ചെയ്തില്ല, പാത്രമൊന്നും വയ്ക്കുന്നില്ല, ചുമ്മാ തീ കത്തിച്ചു വെച്ചു. ഇനി അവിടെ എല്ലാ പോയിന്റിലും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും. അതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം എല്ലാ പോയിന്റിലും ഒരേ ടെമ്പറേച്ചർ ആയിരുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനടുത്ത ഒരു പോയിന്റ് ഞാൻ പി എന്ന് പറഞ്ഞെടുത്തു, വേറൊരു അകന്ന പോയിന്റ് ക്യൂ എന്ന് പറഞ്ഞെടുത്തു. അപ്പൊ ഈ പിയും ക്യൂ എന്ന് പറയുന്നതെല്ലാം ഒരു പൊസിഷൻ കാണുമല്ലോ. അതിന് പി XYZ, ക്യൂ XYZ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ X1 Y1 Z1, X1 X2 Y2 Z2, അങ്ങനെ രണ്ട് പോയിന്റ് ഞാൻ ഡിഫൈൻ ചെയ്തു. 2 പോയിന്റ് ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും അല്ലെന്നുള്ളത് ഓബ്വിയസ് ആണ്. അപ്പൊ ഇതിനടുത്തുള്ള പോയിന്റിലാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അകത്തിലോട്ടുള്ള പോയിന്റിലാണെങ്കിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പൊ സ്വാഭാവികമായും അവിടെ നമ്മൾ പറയുന്നതാണ് അവിടെ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഉണ്ട് എന്നുള്ളത്. ഇനി ഈ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന എല്ലാ പോയിന്റിലും ഒരുപോലെ ആയിരിക്കും? അല്ല, ഇവിടെ എന്ന് പറയുന്നത് മുകളിലോട്ടാണ് ഹോട്ട് എയർ പോകുന്നത്. അപ്പൊ ഇങ്ങോട്ടുള്ള ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടുള്ള ഗ്രേഡിയന്റിനേക്കാളും ഡിഫറന്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ടെമ്പറേച്ചർ ഒരു പോയിന്റ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കേലാർ പോയിന്റ് ഫംഗ്ഷൻ, ഒരു സ്കേലാർ ഫീൽഡിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്കേലാർ പോയിന്റ് ഫംഗ്ഷനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചർ. അടുക്കള എന്ന് പറയുന്ന സ്കേലാർ ഫീൽഡിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്, ഒരു പോയിന്റ് ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്, ഒരു സ്കേലാർ പോയിന്റ് ഫംഗ്ഷനാണ് ടെമ്പറേച്ചർ. അപ്പോൾ അത് ഓരോ പോയിന്റിലും ഓരോന്നായിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഗ്രേഡിയന്റ് എടുത്താലും ഓരോ പോയിന്റിലും ഓരോന്നായിട്ട് മാറും. ഇപ്പൊ ഗ്രേഡിയന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഉണ്ടാവുക, അത് എങ്ങോട്ടാണ് അതിന്റെ വേരിയേഷൻ എന്ന് കാണിക്കുന്ന ഒരു ഡയറക്ഷനും ഉണ്ടാവും. അതാണ് ഗ്രേഡിയന്റിന്റെ ഒരു കൺസെപ്റ്റ്. അതായത് പല പോയിന്റുകളിൽ പല വാല്യൂ ആണ് ഒരു സ്കേലാർ പോയിന്റ് ഫംഗ്ഷൻ എങ്കിൽ അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ വേരിയേഷനെ കാണിക്കാൻ വേണ്ടി ഡിഫൈൻ ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് ഗ്രേഡിയന്റ്. അപ്പൊ ഈ പാരാമീറ്റർ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഡെൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ആ ഓപ്പറേറ്റർ എന്ന് പറയുന്ന I × ഡോ ബൈ ഡോ എക്സ് പ്ലസ് J × ഡോ ബൈ ഡോ വൈ പ്ലസ് K × ഡോ ബൈ ഡോ സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സ്കേലാർ പോയിന്റ് ഫംഗ്ഷൻ, ഞാനിവിടെ ഉദാഹരണം ടെമ്പറേച്ചറാണ് പറഞ്ഞത്, പക്ഷെ ജനറൽ ആയിട്ട് നമ്മളൊരു ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുക, ജനറലൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡെൽ ഫൈ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? I × ഡോ ബൈ ഡോ എക്സ് ഓഫ് ഫൈ പ്ലസ്
ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഫൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ഓഫ് ഫൈ. ഇതാണ് ഡെൽ ഫൈ എന്ന് പറയുന്നത്. ഇക്വേഷൻ അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഗ്രേഡിയന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഫൈക്ക് എക്സിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് വേരിയേഷൻ ഉണ്ട്, ഫൈക്ക് വൈക്ക് വിത്ത് റെസ്പെക്ട് ആയിട്ട് വേരിയേഷൻ ഉണ്ട്, ഫൈക്ക് സെഡിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഓരോ പോയിന്റിലുമുള്ള ആ വേരിയേഷന്റെ ഡയറക്ഷൻ കാണിക്കുന്നു. അതെല്ലാം കൂടെ ആഡ് ചെയ്തതിന്റെ വെക്ടർ സമ്മിനെയാണ് നമ്മൾ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഗ്രേഡിയന്റിന്റെ സിഗ്നിഫിക്കൻസ്? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡി ഫൈ മാത്തമാറ്റിക്കലായിട്ട് ഞാൻ പറയുകയാണ്. ഫൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ ഡെറിവേറ്റീവ് ഡി ഫൈ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഫൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് എന്നാണല്ലോ. ഇത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ടോട്ടൽ ഡെറിവേറ്റീവ് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ രീതിയിൽ എഴുതാനായിട്ട് പറ്റി. ഇത് ഇക്വേഷൻ 2. ഈ രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെന്ന് നോക്കാം അടുത്തതായിട്ട്. അപ്പൊ ഇങ്ങനെ ഞാനൊരു ക്വാണ്ടിറ്റി എടുക്കുന്നു, ഡി ആർ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി എടുക്കുന്നു. ഡി ആർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ വരാം. അപ്പോൾ അതിനെനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഐ ഇൻറ്റു ഡി എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡി വൈ പ്ലസ് കെ ഇൻറ്റു ഡി സെഡ്. ഇതിന് ഞാൻ ഇക്വേഷൻ 3 എടുത്തു. അപ്പൊ ഡി ആർ എന്ന് പറയുന്ന ഒരു വെക്ടറാണ്, ഡെൽ ഫൈ എന്ന് പറയുന്ന ഒരു വെക്ടറാണ്, ഡി ഫൈ എന്ന് പറയുന്നത് വെക്ടർ അല്ല, സ്കേലാറാണ്. രണ്ട് പോയിന്റുകൾ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞ് ടെമ്പറേച്ചർ എടുക്കുന്നത് പിയും ടി ക്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ഇവിടുത്തെ ടെമ്പറേച്ചർ T2 ആണെങ്കിൽ T2 മൈനസ് ഇവിടെ ഓക്കെ T1 മൈനസ് T2 അല്ലെങ്കിൽ T2 മൈനസ് T1 ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതിന്റെ ഡിഫറൻസ് ആണ് ഡി ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, അത് സ്കേലറാണ്. അത് ആ പോയിന്റിനെ മാത്രം ഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് പരസ്പരം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതാണ് ഡി ഫൈ. ഇനി ഞാനിപ്പോൾ ഈ 1 ഉം 3 കൂടെ തമ്മിലൊരു ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഡെൽ ഫൈ ഡോട്ട് ടി ആർ. ഓക്കെ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഐ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോട്ട് ഐ ഡി എക്സ്. അപ്പൊ എന്തായി? ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ. അങ്ങനെ പറയരുത് കേട്ടോ, എന്നാൽ നമ്മളങ്ങനെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ആയിപ്പോവും. പ്ലസ് എപ്പോഴും ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്നൊക്കെ പറയണം. അത്രയൊക്കെ പറയാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളെ സമയം ലാഭിക്കുന്നല്ലോ. ഇൻറ്റു ഡി സെഡ്. ഇത് ഇക്വേഷൻ 4. ഓക്കെ, അപ്പൊ 4 3 കൂടെ നോക്കിയാൽ 4 2 കൂടെ നോക്കിയാണ് എന്താണ്? 2 1 തന്നെയല്ലേ. അതായത് നമുക്ക് പറയാൻ പറ്റും ഡെൽ ഫൈ ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു ഡി ഫൈ. ഓക്കെ, ഞാനത് ഇങ്ങോട്ട് മാറ്റി എഴുതി. ഡെൽ ഫൈ ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു ഡി ഫൈ. ഇനി ഈ ഡി ഫൈ എപ്പോഴെങ്കിലും 0 ആയെന്ന് വയ്ക്കുക. ഡി ഫൈ ഈസ് ഈക്വൽ 0 ആയി കഴിഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ഇപ്പോ ഡെൽ ഫൈയോ ഡി ആറോ 0 ആവണമെന്നില്ല. ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് പറ്റും? ഡി ഫൈ ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഡി ഫൈ ആൻഡ് ഡി ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഓക്കെ, ഇനി ഇതെന്താണെന്ന് മനസ്സിലാവണം. അപ്പൊ നമ്മൾക്ക് ഇത്രയും കിട്ടി. ഡെൽ ഫൈ ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഡി ഫൈ ആണ്. ഡി ഫൈ 0 ആയി കഴിഞ്ഞാൽ അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. അത് മാത്തമാറ്റിക്കലി. ഇനി നമ്മളൊരു റിയൽ സിറ്റുവേഷൻ എടുക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു കപ്പാസിറ്ററിന്റെ 2 പ്ലേറ്റ് എടുക്കുക. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. ഇവിടെ ഞാനൊരു കപ്പാസിറ്ററിന്റെ 2 പ്ലേറ്റ് എടുക്കും. ഇപ്പൊ സൗകര്യത്തിന് വേണ്ടി എക്സ് ആക്സിസിന് പാരലായിട്ട് അങ്ങ് വരച്ചോ. ഇതിങ്ങനെ വരച്ചു. ഈ പ്ലേറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ പൊട്ടൻഷ്യൽ 5. നമ്മളിപ്പോൾ 5 എന്നാണല്ലോ തുടങ്ങിയത്. മറ്റത് 5 പ്ലസ് ഡി 5. അപ്പൊ സ്വാഭാവികമായിട്ടും 5 എന്ന് മറ്റതിലേക്ക് ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുത്തു, പി. ഇത് ഇതിന്റെ ഒറിജിൻ എന്ന് വരയ്ക്കുന്നത് ആർ. ഇവിടെ ഞാൻ ക്യൂ എടുത്തു. ഇത് ആർ പ്ലസ് ഡി ആർ. ഇതെന്ന് പറയുന്നത് ഡി ആർ. ഓക്കെ, ക്യൂ എന്ന് പറയുന്ന പോയിന്റ്. ഇനിയിപ്പോൾ നിങ്ങൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇതിവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇതിന്റെ പെർപെൻഡിക്കുലർ എടുത്തു കഴിഞ്ഞാൽ ഈ ഡോട്ട് ഡെൽ ഫൈ ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ഫൈ ഡി ആർ കോസ് തീറ്റയാണ്. അപ്പൊ ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പാരലൽ കമ്പോണന്റ് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും? ഈ പിയും ക്യൂവും കണക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ലൈനായിട്ട് മാറില്ല.
ഇതിപ്പോൾ ചരിച്ചാണ് ഞാൻ വരച്ചത് ആദ്യം, പിയും ക്യൂവും. പക്ഷേ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഡെൽ ഫൈ ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഡെൽ ഫൈ ഡി ആർ കോസ് തീറ്റ. അപ്പോൾ ഈ ഡി ആറിന്റെ ഈ ഫൈക്ക് ഇതായിട്ട് ഇവിടെ വരണം, എന്നാലേ കോസ് 0 ആവുള്ളൂ. അപ്പോൾ ഈ ഡെൽ ഫൈ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എങ്ങനെയായിരിക്കണം, ഈ പ്ലേറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്തായിരിക്കണ്ടേ. അപ്പൊ ഇങ്ങനെ ഒരു സർഫസ് നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഒരു കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റിൽ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ആയിരിക്കും, മറ്റേ പ്ലേറ്റിലും കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അത് രണ്ട് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് നമ്മൾ പഠിച്ചു. അതിനിടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, അതിന്റെ നെഗറ്റീവ് ഗ്രേഡിയന്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പഠിച്ചു. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഗ്രേഡിയന്റ് എന്ന് പറയാനായിട്ട് കാരണം, കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുന്നത് കൊണ്ടാണ് എന്തെന്ന് പറയുന്നത്. സാധാരണ ഇതിൽ കുറഞ്ഞതെന്ന് കൂടിയതിലേക്കല്ലേ പോകാനുള്ള ചാൻസ്, ഇവിടെ തിരിച്ചാണ്. കൂടിയതെന്ന് കുറഞ്ഞതിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എപ്പോഴും വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, തിരികെ എപ്പോഴും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്, കൂടിയതെന്ന് കുറഞ്ഞതിലേക്ക് നമ്മൾ വരയ്ക്കുന്നത് കൊണ്ടാണ്, കൂടിയ പൊട്ടൻഷ്യൽ നിന്ന് കുറഞ്ഞ പൊട്ടൻഷ്യലിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന് നെഗറ്റീവ് ഗ്രേഡിയന്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പം നമ്മൾ ഇതാണ് കണ്ടീഷൻ. ഇതിനിടയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇപ്പൊ നമ്മൾ എങ്ങനെ ചരിച്ച് ഇവിടെ വേറൊരു പോയിന്റ് ഞാൻ എടുത്തു, ആർ ഇങ്ങനെ എടുത്തു, ഇത് ഡി ആർ മാറി. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ തീറ്റ മാറിയിട്ട് ഇതിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് കോസ് തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പാരലൽ ആയിട്ടുള്ള കമ്പോണന്റ് ആകും. സോ ഇറ്റ് വിൽ ബിക്കം ഡി ആർ കോസ് തീറ്റ. അതെന്ന് പറയുന്നത് പി ആർ ക്യൂവിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ മാറും. അതായത് ഇവിടുന്ന് ഞാൻ ഇതെല്ലാം പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്കേലാർ ഫംഗ്ഷൻ ആയതുകൊണ്ട് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. ഓരോ ഫീൽഡിന് ഇത് സ്കേലാർ ആയിട്ട് ഇത് തമ്മിൽ കുറച്ചാൽ മതി. ഡി ഫൈ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇത് നിങ്ങൾ ഈ വഴി കൊണ്ടുപോയതോ ഒന്നും നമ്മൾ നോക്കേണ്ടെന്ന കാര്യം ഇല്ല. സോ ഡെൽ ഫൈ ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു ഡി ഫൈ എന്ന് പറയുന്നത് അവിടെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഡി ഫൈ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും 0 ആവുന്നത്, രണ്ടും ഒരേ പൊട്ടൻഷ്യൽ. ഇപ്പൊ നിങ്ങൾ ഈ പോയിന്റ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എടുത്താൽ പോലെ, ആദ്യത്തെ പ്ലേറ്റിൽ തന്നെയാണ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് രണ്ടും ഒരേ ഒരു ഇക്വി പൊട്ടൻഷ്യൽ 2 പോയിന്റ്സ് ആണ്. അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡി ഫൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്, അതുകൊണ്ടല്ലേ എന്ത് കിട്ടുന്നത്, ഡെൽ ഫൈ ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് 0 ആവുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഒരു ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആൾവേസ് പ്രൊപ്പോർഷണൽ ടു എ ലെവൽ സർഫസ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിൽ, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് മാത്രം നിങ്ങൾ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണിത്. ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവൽ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ ലെവൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇതെന്ന് പറയാം. അപ്പൊ ഈ പോയിന്റിൽ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മാക്സിമം വേരിയേഷൻ ഈ പോയിന്റ് വഴിയല്ലേ ഉണ്ടാവുന്നത്, റേറ്റ് ഓഫ് വേരിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഇവിടെ ഡി ഫൈ ബൈ ഡി ആർ ഇതിന്റെ ഡിസ്റ്റൻസ് സെപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പോയിന്റിലാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് എന്താണ്, ഏത് പോയിന്റിലാണോ ഒരു വെക്ടർ എന്ന് പറയുന്നത് ഏറ്റവും റാപ്പിഡ് ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ടാവുന്നത്, ആ റാപ്പിഡ് ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ടാവുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന്റെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻറ്റ്. ഏറ്റവും റാപ്പിഡായിട്ട് ഒരു സ്കേലാർ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഡയറക്ഷൻ, അതാണ് എന്തെന്ന് പറയുന്നത് ഈ നമ്മുടെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരു ലെവൽ സർഫസ് എടുക്കുക. ഇവിടെ 2 ലെവൽ സർഫസ് നമ്മളിവിടെ കൺസിഡർ ചെയ്തു സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇനി ഒരു ലെവൽ സർഫസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ലെവൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിന്റെ ഗ്രേഡിയന്റ്, ആ ഡയറക്ഷനിലായിരിക്കും അതിന് മാക്സിമം വേരിയേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഗ്രേഡിയന്റിന്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, താങ്ക് യു.